UK ഇപ്പോൾ അംഗത്തോടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കില്ല. മാത്രമല്ല GP രജിസ്റ്റർ ചെയ്യാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ മറ്റോ സാധിക്കാതെ ഒളി ജീവിതമായിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം റെക്കോർഡുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിവുകളൊന്നും ഇല്ലാതെ എത്ര കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും? ഇതൊന്നും ആലോചിക്കാതെയാണ് പലരും ഈ ഒരു ദുരിതത്തിൽ വന്ന് അനുഭവിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പേരെയാണ് ഈ ജനുവരി മാസത്തിൽ മാത്രമായിട്ട് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഗവൺമെന്റ് കണക്കുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജൂലൈ 2024 മുതൽ ഇപ്പോൾ ജനുവരി 31 വരേക്കുള്ള കണക്കെടുക്കുമ്പോൾ 18,000-ലധികം ആൾക്കാരെയാണ് അനധികൃതമായിട്ട് കുടിയേറിയ ആൾക്കാരെ ഗവൺമെന്റ് അറസ്റ്റിലാക്കി നാട് കടത്തിയിരിക്കുന്നതാണ്. അതായത് ഇപ്പൊ ട്രംപ് മോഡൽ, ഇപ്പൊ നമ്മുടെ അമേരിക്കയിൽ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സംഭവ കാര്യങ്ങളാണ് ഇവിടെ UK ഇപ്പൊ നമ്മുടെ കെയർ സ്റ്റാഫുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ വേട്ടയാടുമ്പോൾ 75% പേര് സ്വമതയായി UK വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ട് UK ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ നല്ല ശക്തമായിട്ടുള്ള രീതിയിലുള്ള അധികാരങ്ങൾ നൽകിയിരുന്നു. പുതിയ പ്രഖ്യാപിച്ച നിയമത്തിലും ഈ പുതിയ ഇമിഗ്രേഷൻ റൂൾസിലും ഈ ബോർഡർ സെക്യൂരിറ്റിക്കുള്ള അധികാരങ്ങൾ അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ്.